എൻ്റെ ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യ ഒ.പി.യിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അമ്മ പറഞ്ഞത് അവന് ശരിയായ രീതിയിൽ എഴുതാനോ വായിക്കാനോ കണക്കുകൾ കൂട്ടാനോ അറിയില്ല. പഠനകാര്യത്തിൽ മാത്രമാണ് അവന് പ്രശ്നം. വീട്ടിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും അവൻ വളരെ പെർഫെക്റ്റാണ്. അമ്മയെ സഹായിക്കാൻ, അടുക്കളയിൽ സഹായിക്കാൻ, അനിയന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യാൻ, സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ എല്ലാത്തിലും അവൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. 10ാം ക്ലാസ് പരീക്ഷ അടുത്തു. ഡോക്ടറെ, ഇവനെ എക്സാം എഴുതി പാസ്സാവണം, എങ്ങനെ ഇവനെ ശരിയാക്കിയെടുക്കാം എന്നതായിരുന്നു അവരുടെ സംശയം. ഇരുത്തി അസസ്മെൻറ്റ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കുട്ടിയെ കുറച്ച് മുൻപ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവന് ശരിയായ രീതിയിൽ ഒരു ആവറേജ് മാർക്ക് വാങ്ങുന്ന കുട്ടിയാക്കി അവൻ സ്വന്തമായിട്ട് തന്നെ പരീക്ഷ എഴുതി പാസ്സാകാമായിരുന്നു. അതിനുള്ള കഴിവ് അവനുണ്ടായിരുന്നു. ലേണിംഗ് ഡിസബിലിറ്റി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു അവൻ. നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ തിരിച്ചറിയുകയും അതനുസരിച്ച് വേണ്ട പഠന സഹായവും അവന് കൊടുക്കുകയുമാണ് വേണ്ടത്. 3-ലോ 4-ലോ എത്തുമ്പോഴേക്ക് കുട്ടികളെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അവർക്ക് ശരിയായ രീതിയിൽ വായിക്കാനോ എഴുതാനോ കണക്കുകൾ കൂട്ടാനോ ഓർത്തെടുത്ത് എഴുതാനോ കഴിയുന്നുണ്ടോ എന്നുള്ളത്. ആ ഒരു സമയത്ത് തന്നെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും. സ്വന്തമായിട്ട് എഴുതാനും സ്വന്തമായിട്ട് വായിക്കാനും കണക്കുകൾ സ്വന്തമായിട്ട് ചെയ്യാനും കഴിയുന്ന കുട്ടി എന്ന ലെവലിലേക്ക് തന്നെ അവരെ എത്തിക്കാൻ കഴിയും. ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളും അധ്യാപകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ മടിയനായിട്ടും അലസരായിട്ടും ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടിയായിട്ടും മുദ്രകുത്തുകയാണ്. അവർക്ക് ശരിയായ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അവരെ കൂടെ നിർത്തുകയാണ്. ഒരു പ്രോത്സാഹനവും അവരുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കുവാൻ ഇൻ്റർവെൻഷൻ നടത്തുകയും ചെയ്താൽ ഒരു ആവറേജ് കുട്ടി എന്ന നിലയിലേക്ക് അവരെ എത്തിക്കാൻ കഴിയും.